ലൂർദ് മാതാവിന്റെ തിരുനാളാണ്. എല്ലാവർക്കും തിരുനാൾ ആശംസകൾ നേരുന്നു. ഫ്രാൻസിലെ ലൂർദ് എന്ന പട്ടണത്തിൽ പരിശുദ്ധ അമ്മ 1858 ഏതാണ്ട് 18 തവണ ഭരണദീത്ത എന്ന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ടതിന്റെ ഓർമ്മയാണിന്ന്. ഇന്ന് രോഗീ ദിനം കൂടെയാണ്. കാരണം രോഗികൾക്ക് ഏറ്റവും അധികം സൗഖ്യം കിട്ടുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് ലൂർദാണ്. പരിശുദ്ധ അമ്മ ഭരണദീത്തയോട് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട് ലൂർദിൽ. പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇന്നും നമ്മളോട് പറയുന്ന പരിശുദ്ധ അമ്മ പറയുന്ന കാര്യങ്ങൾ ഇത് 2 മാത്രമാണ്: പ്രാർത്ഥിക്കുക, പരിഹാരം ചെയ്യുക. ഭരണദീത്തയോട് അമ്മ പറഞ്ഞു, മോളെ, നീ സന്തോഷവതിയായിരിക്കും, പക്ഷെ ഈ ലോകത്തിലാകണമെന്നില്ല. ഇത് നമ്മളോടും അമ്മ പറയുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്നവരൊക്കെ സന്തോഷവാന്മാരായിരിക്കും എന്ന് ഉറപ്പാണ്, പക്ഷെ അത് ഈ ലോകത്തിലാകണം നിർബന്ധമില്ല. ഈ ലോക ജീവിതത്തിനപ്പുറം സ്വർഗത്തിൽ നിത്യമായ ഒരു സന്തോഷം അമ്മ നമുക്ക് വേണ്ടി കാത്തിരിച്ചിട്ടുണ്ട്. ആ സന്തോഷമാണ് അമ്മ ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് യാചിക്കാം. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കാം. രോഗികളെ എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കാം. നമുക്ക് ഇന്ന് രോഗീ ദിനം കൂടെ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഭക്തകൃത്യമുണ്ട്. നമുക്ക് പ്രിയപ്പെട്ട രോഗികളൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് പരിചയമുള്ളവരൊക്കെ, അവരെയൊക്കെ ഒന്ന് പോയി കാണുക. ഇനി പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരെ ഒന്ന് ഫോൺ വിളിക്കുക. അതിനുശേഷം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അത് അവർക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അത് നമ്മുടെ സന്ദർശനം, നമ്മുടെ പ്രാർത്ഥന അവർക്ക് ഒത്തിരി ആശ്വാസം കിട്ടും. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് എല്ലാ രോഗികളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.